ബജറ്റ് പ്രതികരണത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ് ഏറെ ശ്രദ്ധേയമായത്. ഭരണമാറ്റം ഉണ്ടായാൽ മാത്രമേ കേരളത്തിലേക്ക് പദ്ധതികൾ ധാരാളം ലഭിക്കുകയുള്ളൂ. കേന്ദ്രം BJP ഭരിക്കുമ്പോൾ കേരളം UDF ഭരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. UDF ഭരണകാലത്ത് BJP സർക്കാരിൽ നിന്ന് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ UDF ഭരിച്ചു കഴിഞ്ഞാൽ BJPയുമായി ഒരു ധാരണ ഉണ്ടാകും എന്നല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്? അപ്പോ ഇവിടെ ഇടതുമുന്നണി നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറയുന്നത് എത്ര വാസ്തവമാണ്? കുഞ്ഞാലിക്കുട്ടി അത് സമ്മതിക്കുകയല്ലേ? സ്വന്തം കാര്യത്തിനു വേണ്ടി ആരുമായും സഹവർത്തിത്വത്തിനും സഹകരണത്തിനും തയ്യാറാകുന്നത് UDF ആണ് എന്ന് ആക്ഷേപിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നു, കേരളം LDF ഭരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ ആരോടും കിഴിഞ്ഞ് ഒന്നും ചോദിക്കാറില്ല, ആത്മാഭിമാനം പണയപ്പെടുത്താറുമില്ല. അങ്ങനെ ആത്മാഭിമാനം പണയപ്പെടുത്തി എന്തും നേടിയെടുക്കുമെന്ന് UDFന്റെ ഭാഗമായ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ, അർത്ഥഗർഭമായ മൗനവും ഒളിഞ്ഞിരിപ്പുണ്ട്. BJPയുമായി ഇപ്പോഴും എപ്പോഴും UDF തുടർന്നിരുന്ന, കോൺഗ്രസ് തുടർന്നിരുന്ന, ലീഗ് തുടർന്നിരുന്ന ഒരു അന്തർധാരയല്ലേ, സജീവമായ ഒരു സഹവർത്തിത്വമല്ലേ ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് എന്ന് ഞാനും നിങ്ങളുമൊക്കെ സംശയിച്ചു പോയാൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ BJP വന്നാലും ആര് വന്നാലും ഞങ്ങൾക്ക് അധികാര പങ്കാളിത്തം വേണം എന്നത് മാത്രമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും ആഗ്രഹമെന്ന തുറന്നു പറച്ചിലാണ് ബജറ്റ് പ്രതികരണത്തിലൂടെ പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചിരിക്കുന്നത്.